നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. വർത്തമാനകാല മലയാള സിനിമയിൽ ആരെയെങ്കിലും പരിചയപ്പെടാൻ ദിനേശ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ പുതിയ തലമുറയിലെയാണ്. അതിലാരെയെങ്കിലും പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ മുൻപിന്നെ ആലോചിക്കാതെ സത്യസന്ധമായി ഞാൻ പറയും, മോഹൻലാലിൻ്റെ മകൻ പ്രണവിനെ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും വച്ച് എനിക്ക് പരിചയപ്പെടണമെന്ന്. ഇവിടെ തന്തമാർക്ക് പേരുദൂഷ്യം മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന മക്കൾക്കിടയിൽ എത്ര സിമ്പിളായി ആ പയ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നു. എവറസ്റ്റിൻ്റെ മേളിൽ കയറി ഒരു കൊടി കുത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ത്രില്ല് എന്ന് പറയും പോലെ സമ്പന്നതയുടെ മുന്നിൽ ജനിച്ചു വളർന്നതിലാകുമോ പ്രണവിൻ്റെ ഈ നിസ്സംഗഭാവം എന്നെനിക്കറിയില്ല. ഒരിക്കൽ രജനീകാന്ത് പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ സിമ്പിളായി ജീവിക്കുന്നുവെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. വലിയ കോടികൾ മുടക്കിയ വീട്ടിൽ ഞാൻ താമസിക്കുന്നു, കോടികൾ വിലയുള്ള കാറിൽ യാത്ര ചെയ്യുന്നു, ബിസിനസ് ക്ലാസ്സിലല്ലാതെ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറില്ല, 7 സ്റ്റാർ ഹോട്ടലുകളിലേ ഞാൻ താമസിക്കാറുള്ളൂ, അവിടുന്ന് ഞാൻ ഫുഡും മദ്യവും ഒക്കെ കഴിക്കാറുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഞാൻ എങ്ങനെ സിമ്പിളാകും എന്നാണ് രജനീകാന്ത് ചോദിച്ചത്. ശരിയാണ്, ഈ ഭൂലോകത്തെ എന്ത് സുഖസൗകര്യവും ലഭിക്കുന്നയാൾ തന്നെയാണ് രജനീകാന്ത്. പക്ഷേ അദ്ദേഹം ശിവാജി റാവു ഗെയ്ക്വാദ് ആയിരുന്ന കാലത്തെ അതേ മനസ്സുമായാണ് ഒരു സിനിമയ്ക്ക് 250 കോടി രൂപ ശമ്പളം വാങ്ങുമ്പോഴും ജീവിക്കുന്നത്. ഈ സിംപ്ലിസിറ്റിയാണ് പ്രണവിൻ്റെ കൈമുതൽ. മുത്തശ്ശൻ, അമ്മയുടെ അച്ഛൻ ബാലാജി, പ്രശസ്ത നടനും നിർമ്മാതാവുമായ ബാലാജി സാർ സമ്പാദിച്ചതും അച്ഛൻ സമ്പാദിച്ച് കൂട്ടുന്നതുമായി എത്ര കോടികളുടെ അധിപനായിരിക്കും പ്രണവ് മോഹൻലാൽ. പക്ഷേ അയാളുടെ ജീവിതം ആരും എന്നോട് പറഞ്ഞിട്ട് സ്പെയിനിൽ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നു. ഒരു മലയാളി കണ്ടതാണ്, പോയി പരിചയപ്പെട്ടു. വെറുതെ ഞാൻ സ്പെയിൻ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നു. ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിത്തുവിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാകാൻ വന്ന പ്രണവിന് ആൻ്റണി പെരുമ്പാവൂർ ഒരു AC റൂം അലോട്ട് ചെയ്തപ്പോൾ മറ്റുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എങ്ങനെയാണോ ജീവിക്കുന്നത് അവരെ കൂടെ ഷൂട്ടിംഗ് ദിനങ്ങളിൽ ഞാൻ താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ പ്രണവിനെ പറ്റി അച്ഛൻ്റെ പ്രൈവസി പോലും അയാൾ കൈവച്ചില്ല. അയാൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ അച്ഛൻ്റെ കൂടെ റൂമിൽ കിടന്നോളാം, അതുപോലും അയാൾ കൈവച്ചിട്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഈ ചെറുപ്പക്കാരന് ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ദൃശ്യത്തിൻ്റെയൊക്കെ സംഗീത സംവിധായകൻ അനിൽ ജോൺസനാണ്. അടുക്കും തോറും ഇഷ്ടം കൂടുന്ന വ്യക്തിത്വമാണ് പ്രണവിൻ്റേത് എന്നാണ് അനിൽ ജോൺസൺ പറയുന്നത്. പ്രണവ് നായകനായി അരങ്ങേറിയ ആദിയുടെ സംഗീത സംവിധായകനായിരുന്നു അനിൽ. ആദിയിൽ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, പ്രണവ് തന്നെ എഴുതി പ്രണവ് തന്നെ പാടിയ പാട്ട്. അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ നടക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ പോയാൽ പ്രണവ് ചോദിക്കുമെന്ന്, നമുക്കൊരു ചായ വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്താൽ പോരെ, അരച്ചായ വിധം കുടിക്കാമെന്ന്. പ്രണവിന് പോളോയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറുണ്ട്. ഈ കാറിൻ്റെ ഒരു ടയർ പൊട്ടിപ്പോയി. അപ്പോൾ അത് മാറ്റാനായിട്ട് പ്രണവ് ടയർ കടയിൽ പോയി. ഒരു ടയറിന് 12,000 രൂപ വിലയാകുമെന്ന് കടക്കാരൻ പറഞ്ഞു. അപ്പോൾ ഈ അനിൽ ജോൺസനോട് പ്രണവ് ചോദിക്കുകയാണെന്ന്, ചേട്ടാ ടയറിനൊക്കെ ഇത്ര വിലയാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് എന്നായിരുന്നു പ്രണവിൻ്റെ മറുപടി. അയാൾ ഞെട്ടിപ്പോയി, 12,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ. മോഹൻലാലിൻ്റെ ഒരു കാറിൻ്റെ ടയർ മാറ്റി ഇതുപോലെ പൊട്ടിത്തെറിച്ചോ പൊട്ടിപ്പോവുകയോ തേഞ്ഞു പോവുകയോ ചെയ്ത് മാറ്റിയാൽ അതിൻ്റെ
ആ ടയറിൻ്റെ വില പ്രണവ് മോഹൻലാൽ അറിഞ്ഞാൽ മോഹാലസ്യപ്പെട്ട് വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? ഇങ്ങനെയുമുണ്ട് ചെറുപ്പക്കാർ. ഇവിടുത്തെ തന്തയ്ക്ക് പറയാതെ വളരുന്ന കൂതറകളുണ്ടല്ലോ, കൂതറക്കൂട്ടങ്ങൾ. അച്ഛൻ്റെ പേരും പ്രശസ്തിയും പണവും കൊണ്ട് എന്ത് തെമ്മാടുത്തരവും കാണിക്കുന്നവന്മാർ. പ്രണവ് മോഹൻലാലിൻ്റെയൊക്കെ കാല് കഴുകി കുടിക്കാൻ അയാൾ കൊടുക്കില്ല, കാല് കഴുകാനൊന്നും നിന്നും കൊടുക്കില്ല. കണ്ടു പഠിക്കണം. ഇതിനെയാണ് പണ്ട് പറയുന്നത് തന്തയ്ക്ക് പറക്കണമെന്ന്. നമസ്കാരം. സിനിമാ വാരഫലത്തിൻ്റെ ഒരു പുതിയ ലക്കത്തിലേക്കാണ്. എന്നെ ഒരുപാട് അതിശയിപ്പിച്ചതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ സിനിമാ വാരഫലം. നമ്മൾ ഓരോ ആഴ്ചയും വാരഫലം കേരളത്തിൽ എന്ത് നടക്കുന്നോ, സിനിമയിൽ എന്ത് നടക്കുന്നോ അതിനെ വെച്ച് അങ്ങ് ചെയ്യുമെന്നുള്ളതല്ലാതെ ഇത് ഒരുപാട് പേര് കാണണം, ഒരുപാട് കാശ് കിട്ടണം, നല്ല റേറ്റിങ്ങിൽ വരണമെന്നൊന്നും ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നു പറയും. പല എപ്പിസോഡും ചെയ്യുമ്പോൾ എൻ്റെ സിന്ധു ഇത് ആര് കാണാനെന്നാന്ന് പറയും. നമ്മുടെ ചാനലിൽ അത് കാണിക്കും, 1000 പേര് കാണുമെങ്കിൽ അത് മതി എന്ന് ഞാൻ പറയാറുണ്ട് ചില ഡ്രൈ സ്റ്റോറികൾ ചെയ്യുമ്പോൾ. എനിക്കതാണ് ഇഷ്ടം. അല്ലാതെ 10,000 പേര് കാണാൻ വേണ്ടി എന്തെങ്കിലും തോന്നിവാസങ്ങളും അപഖ്യാതികളും പറയാൻ ഞാനില്ല. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വാരഫലം രാത്രി 8 മണിക്ക് പോയിട്ട് ഞാൻ രാത്രി 10 മണിക്ക് എത്ര പേര് കണ്ടിരിക്കാം എന്നിങ്ങനെ വെറുതെ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം തന്നെ 20,000 എന്തോ കഴിഞ്ഞു. നേരം വെളുത്ത് ഒരു എണീറ്റ് ഞാൻ വെറുതെ വീണ്ടും നോക്കുമ്പോൾ അത് 40,000 കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് പറയാൻ വേണ്ടി ഒന്നുകൂടെ നോക്കിയപ്പോൾ അത് 96,000 97,000 കഴിഞ്ഞു. നമ്മളതിൽ അത്ഭുതമൊന്നും കാണിച്ചില്ല. ഞാൻ ജെയിംസ് ബോണ്ട് ആവുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരു പയ്യൻ ചെയ്ത ഒരു റീല് ഞാനതിൽ കൊടുത്തിരുന്നു. അതുകൊണ്ടാണോ നമ്മുടെ മാന്യനായ സത്യസന്ധനായ ജീവിതത്തിൽ കള്ളമൊന്നും പറയാത്ത ചെയ്യാത്ത ജയറാമിനെ കുറിച്ചൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു പിടുത്തമങ്ങ് പിടിച്ചു. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാൻ. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ കുട്ടിയാകാനാണ് എന്നും ജീവിതത്തിൽ എനിക്കിഷ്ടം. രാജാവ് നഗ്നനാണെന്ന് അയാളൊരു കൊച്ചുകുട്ടിയല്ലേ, ഇന്നസെൻ്റ് ആയതുകൊണ്ടാണ് അയാൾ വിളിച്ചു പറഞ്ഞത്, അയ്യോ രാജാവേ നിങ്ങൾ നഗ്നനാണെന്ന്. സിനിമയിലെ ഏത് കൊല്ലക്കൊമ്പനോടും സത്യം പറയാണ്, എനിക്ക് ഒരു വിരോധവുമില്ല, അടുപ്പവുമില്ല. ഞാൻ വിമർശിക്കാത്ത, ഞാൻ നല്ലത് പറയാത്ത ഒരാളുമില്ല സിനിമയിൽ എന്നാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായ ബന്ധമോ വൈരാഗ്യമോ എനിക്ക് ആരോടുമില്ല. പക്ഷെ അത് മനസ്സിലാക്കുന്ന സിനിമാക്കാർ കുറവാണ്. എനിക്ക് തോന്നുന്നു ജഗദീഷിനെയൊക്കെ പോലുള്ള കുറച്ച് പേരേ ഉള്ളൂ അത് മനസ്സിലാക്കി. നമ്മൾ നല്ലത് പറഞ്ഞാൽ അത് കാണുകയേയില്ല, കണ്ടതായി ഭാവിക്കുകയില്ല. ചീത്ത പറഞ്ഞാൽ ഉറപ്പായും അവരത് കണ്ടിരിക്കും. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ടി വികളിൽ സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് ദിലീപുമായിട്ടുള്ള ബന്ധം. അല്ലാന്ന് ആരെങ്കിലും പറഞ്ഞാൽ പുല്ലാണ് എനിക്കെന്ന് ഞാൻ പറയും. ഓരോരോ കാര്യങ്ങൾ പറയാൻ ദിലീപ് എന്നെ വിളിക്കുമായിരുന്നു. എന്നാൽ കഴിയുന്നത് പരിഹാരമായി ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം യാദൃച്ഛികമായി ഞാൻ ദിലീപിൻ്റെ വീട്ടിലും പോയിട്ടുണ്ട്. അതും ഒറ്റയ്ക്കല്ല, ഒരു മേക്കപ്പ് മാൻ്റെ കൂടെ. അത് റോഷൻ ചിറ്റൂരി ചെയ്തൊരു പണിയാണ്. 2 നാൾ മുമ്പ് ഞാൻ ദിലീപിനെ വിളിച്ചു. ആദ്യമായിട്ട് ഒരു സീരിയസ് കാര്യം പറയാനാണ് വിളിച്ചത്. എൻ്റെ 2 ഫോണിൽ നിന്നും വിളിച്ചു, അയാൾ എടുത്തില്ല. ഞാൻ കരുതി സ്ഥിരം ചെയ്യുന്നത് പോലെ രാത്രി വാട്സപ്പ് കോൾ വഴി എന്നെ തിരിച്ച് വിളിക്കും എന്ന് കരുതി. പക്ഷേ ഉണ്ടായില്ല. ഞാനെന്തായാലും അയാളിൽ നിന്ന് കുറേ കാശ് വാങ്ങാനോ ഡേറ്റ് വാങ്ങാനോ വിളിച്ചതല്ല. അത് നന്നായിട്ട് ദിലീപിനറിയാം. ഫാൻസുകാരെ നന്നായി ആർ ശ്രീകണ്ഠൻ നായരുടെ പ്രോഗ്രാമിൽ ഞാൻ വിമർശിച്ചിരുന്നു. അതാവുമോ ഫോൺ എടുക്കാത്ത കാര്യം, അതും എനിക്കറിയില്ല. ബാന്ദ്ര പോലെ ബബ്ബ പോലുള്ള തല്ലിപ്പൊളി സിനിമകളെ
നന്നായി ഞാൻ വിമർശിച്ചിരുന്നു. ഇനി അതാണോ കാരണം? അതും എനിക്കറിയില്ല. ഇനി അതങ്ങനെ പോട്ടെ. ദിലീപ് ഫോൺ എടുത്തില്ല എന്ന് വെച്ച് എൻ്റെ റേഷൻ കട്ടാകുകയൊന്നുമില്ലല്ലോ. പറയാൻ വന്നത് മറ്റൊരു സീരിയസ് ആയ കാര്യമാണ്. സിനിമയിലെ പ്രശസ്തരായ ആര് മരിച്ചാലും അവിടെയൊക്കെ ചെല്ലുന്ന ആളാണ് ദിലീപ്. ഇപ്പോൾ സലിം കുമാർ മരിച്ച വിവരം അറിഞ്ഞ ഉടനെ തന്നെ ദിലീപ് അമൃതയിലെത്തി. പിന്നെ ഞാൻ അറിഞ്ഞു മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ കഴിഞ്ഞ അതിൻ്റെ തലേ ദിവസം 2 ദിവസങ്ങളിലും ദിലീപ് അമൃതയിൽ ചെന്നിരുന്നു എന്ന്. മരിച്ചതിൻ്റെ അന്നും ചെന്നു. പിറ്റേന്ന് പരവൂരിലെ ആ ആഡിറ്റോറിയത്തിൽ കിടത്തിയിരിക്കുമ്പോഴും ത്രൂ ഔട്ട് ദിലീപ് അവിടെ ഉണ്ടായിരുന്നു. ദിലീപ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയാക്കപ്പെട്ടപ്പോൾ പരസ്യമായി ദിലീപിന് വേണ്ടി സംസാരിച്ച ആളായിരുന്നു സലിം കുമാർ. യാദൃച്ഛികമായിട്ട് എവിടെയോ വച്ച് എന്നെ കണ്ടപ്പോഴും നന്നായി, താങ്കളെങ്കിലും പരസ്യമായി അയാൾക്ക് വേണ്ടി പറയാനുണ്ടായല്ലോ എന്നൊക്കെ എന്നെ പ്രശംസിക്കുകയും ചെയ്തു. പറവൂർ ടൗൺ ഹാളിൽ ദിലീപ് വരുമ്പോൾ, ദിലീപ് അവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ മനുഷ്യൻ അടുത്തു വന്ന് കുശലം പറഞ്ഞു. ഈ കുശലം പറയാൻ വന്ന വലിയ മനുഷ്യനോട്, ഈ വലിയ മനുഷ്യന്മാരോട് ചങ്ങാത്തം കൂടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുശലം പറഞ്ഞോണ്ട് ദിലീപ് അവിടുന്ന് മാറിക്കളയണമായിരുന്നു. പക്ഷേ ദിലീപ് അയാളുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ നിന്നു. പെട്ടെന്ന് മഴ ചാറ്റലുണ്ടായപ്പോൾ ഭരണം മാറിയതുകൊണ്ടും മഴ ചാറ്റിയതുകൊണ്ടും ആയിരിക്കാം ഒരു പോലീസുകാരൻ ദിലീപിൻ്റെ അടുത്ത് വന്നു നിന്ന വലിയ മനുഷ്യനും കുട പിടിച്ചു കൊടുക്കുന്നത് കണ്ടു. മടങ്ങുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിലീപ് മടങ്ങി. അപ്പോഴും ഈ പോലീസുകാരൻ കുട പിടിച്ച് ആ വലിയ മനുഷ്യനെയും കൂടി ഒരു കാറിൽ തന്നെ കയറ്റി വിട്ടു. ദിലീപ് ആ വലിയ മനുഷ്യനെയും കൊണ്ട് പോകുന്നത് കണ്ടു. ആരാ ആ വലിയ മനുഷ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓരോരോ പെൺപിള്ളേരെ പ്രേമിക്കുകയും പ്രേമം ഉറപ്പിക്കാനായി ഗർഭിണിയാക്കുകയും ഗർഭിണിയായാൽ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഗാന്ധിയനായ ഒരു അഹിംസാവാദി എന്ന് പറയാവില്ല, ഹിംസാവാദിയാണ് ഈ വലിയ മനുഷ്യൻ ദിലീപിൻ്റെ അടുത്ത് വന്ന് നിന്നവൻ. ഞാനെന്തായാലും ചേട്ടൻ്റെ ഗർഭം കൊണ്ടു കിടക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ 10 നിമിഷം വേണ്ട, നിന്നെ ഞാൻ കൊന്നുകളയോടി എന്ന് പറയുന്ന ഒരു റൗഡി. അതാണ് വലിയ മനുഷ്യൻ. 2 പെൺകുട്ടികളുള്ള അല്ലെങ്കിൽ 2 പെൺമക്കളുള്ള ദിലീപ്, നല്ലൊരു ശതമാനം മലയാളി, കോടതി വിധി നിരപരാധിയാക്കിയിട്ടു അംഗീകരിക്കാത്ത ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നൊട്ടോറിയസ് ക്രിമിനലുമായി ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്നത് തുറന്നു പറഞ്ഞാൽ അപഹാസ്യമായ പണിയായിപ്പോയി. ഞാനും കോൺഗ്രസ്, അയാളും കോൺഗ്രസ്. ഞങ്ങളൊരു കുടയിൽ പോലീസുകാരെ കൊണ്ടുപോയാൽ എന്താ, ഞങ്ങളൊരു കാറിൽ യാത്ര ചെയ്താൽ എന്താ എന്നൊക്കെയുള്ള വരട്ട് ന്യായങ്ങൾ പറയണ്ട, അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദിലീപ് പുണ്ണില്ലാതെ തന്നെ ചൊറിയുന്ന ഒരാൾ കുഷ്ഠം പിടിച്ച ഒരുത്തനെ കെട്ടിപ്പിടിക്കണമായിരുന്നോ എന്നതാണ് പ്രശ്നം. സമയം കിട്ടുമ്പോൾ ആ മനോഹരമായ വിഷ്വൽസിന് താഴെ 100 കണക്കിന് മലയാളികൾ എഴുതി വിട്ടിരിക്കുന്നത് ഒരാവർത്തി വായിക്കുന്നത് ദിലീപിന് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. 3 വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഈ മഹാനെ പാർട്ടി താളത്തിൽ സ്വീകരിക്കുമായിരിക്കും എന്ന് കരുതി പരസ്യമായി ജനക്കൂട്ടത്തിന് നടുവിൽ പുണ്ണില്ലാതെ ചൊറിയുന്ന ദിലീപ് കൂട്ടണ്ടായിരുന്നു ആ മഹാനെ എന്ന് ഞാൻ പറയും. താനാരാ ഇതൊക്കെ പറയാനെന്ന് ചോദിക്കണ്ട, ഞാൻ ഇതൊക്കെ പറയും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി തുറന്ന് പറയാം. അതിജീവിതയെപ്പറ്റി പേര് വെളിപ്പെടുത്തും വിധം മംഗളം ചാനലിലെ മരിച്ചുപോയ വാർത്താ അവതാരകൻ SV പ്രദീപ് സംസാരിക്കുകയും ആ ചർച്ചയിൽ പങ്കെടുത്ത സജി നന്ദ്യാട്ട്, മംഗളത്തിൻ്റെ അന്നത്തെ എറണാകുളം ലേഖകനായിരുന്ന സുനിൽ, ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ തലവൻ റിയാസ്, പിന്നെ ഞാനും, അങ്ങനെ 5 പേർക്കെതിരെ അന്ന് ദിലീപിനെ തുലയ്ക്കാനിറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഒരു സന്ധ്യ, അന്ന് ADGP ആയിരുന്നു, DGP ആയി പെൻഷനായ സന്ധ്യ, ഇതുപോലെ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് സത്യസന്ധമായി ജീവിച്ച വേറൊരു വനിത കേരളത്തിലില്ലല്ലോ. അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് വാർത്ത കണ്ടപ്പോൾ മംഗളം വാർത്തയാണ് വച്ചിരുന്നത്, നമ്മളെ സമയം മോശമായതുകൊണ്ട്. അപ്പോൾ ഒരു CIയെ കൊണ്ട്
കേസെടുപ്പിച്ചു അങ്കമാലി പോലീസിനെ കൊണ്ട്. ഒന്നാം പ്രതിയായ പ്രദീപ് അപകടത്തിൽ മരിച്ചു. ബാക്കി 2 മുതൽ 5 വരെയുള്ള പ്രതികളാണ് ഈ പറഞ്ഞ 4 പേര്. നടിയെ മനസ്സിലാക്കും വിധം വാർത്തയിൽ പറഞ്ഞത് കേട്ട ഒരു ആട്ടോറിക്ഷക്കാരനാണ് പരാതി കൊടുത്തിരിക്കുന്നത് പോലീസിന്. ആ വാർത്ത കണ്ട് ഈ ആട്ടോക്കാരൻ കരഞ്ഞു പോയത്രേ. കാരണം നടിയെ പേര് പറയുന്ന രീതിയിൽ, എടാ അതിജീവിത എന്ന് പറയുന്ന ഒരു നടിയാണെന്ന് പറയുമ്പോൾ തന്നെ ആളിന് പരസ്യമായില്ലേ. പിന്നെ നടിയാണെങ്കിൽ വനിതയിലടക്കം കവർ സ്റ്റോറി അടിച്ചു വന്നു ഇൻ്റർവ്യൂ. അവർക്ക് എനിക്കിത് മറച്ചു വയ്ക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞാണ്. എന്നാലും നമ്മുടെ നിയമം ആരെങ്കിലും കുരുക്കണമെങ്കിൽ നടിയെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ ആട്ടോക്കാരൻ നടിയുടെ പേര് പറഞ്ഞ് കേട്ടപ്പോൾ കരഞ്ഞു പോയത്രേ. നമ്മൾ വൈകി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ആട്ടോക്കാരൻ പോലീസുകാരുടെ സ്ഥിരം കുറ്റിയാണ്. ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു കാണും, ആട്ടോക്കാരൻ ഒപ്പിട്ട് കൊടുത്തു കാണും. അല്ലാതെ ആട്ടോക്കാരൻ വാർത്ത കണ്ട് കരഞ്ഞതല്ല. ഒരു ആട്ടോക്കാരനെ കൊണ്ടാണ് പരാതി കൊടുപ്പിച്ചിരിക്കുന്നത്. നമ്മളെ കേരളത്തിൽ കാക്കിയിട്ടവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ നേതാവായ പിണറായി വിജയൻ ഭരിച്ചിരുന്നപ്പോൾ കാക്കിയിട്ടുകൊണ്ട് ഈ പറയുന്ന ADGP ആയിരുന്ന സന്ധ്യയും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബൈജു പൗലോസും ഒക്കെ കാണിച്ച തെമ്മാടിത്തരങ്ങളാണ് ഞാൻ ഈ പറയണത്. സന്ധ്യ പെൻഷനായിപ്പോയെങ്കിലും ADGP അല്ല, ഈ ബൈജു പൗലോസ് ഇപ്പോൾ ഏതോ ഉയർന്ന പോസ്റ്റിൽ എവിടെയോ ഉണ്ട്. ഇനി എന്നെ വല്ല ചെയ്തു കളയുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ത് വളഞ്ഞ വഴി സ്വീകരിക്കുന്ന കാക്കിയിട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആട്ടോക്കാരനെ കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായി കേസിന് കോടതിയിൽ എത്താത്തതിനാൽ എൻ്റെ പേരിൽ വാറണ്ടായത്രേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാവിലെ 11 മണിക്ക് അങ്കമാലി കോടതിയിൽ ഹാജരാവണമെങ്കിൽ ഞാൻ തലേ ദിവസം പോയി അങ്കമാലി ചെന്ന് റൂം എടുക്കണം. അപ്പോൾ ഒരു ദിലീപിൻ്റെ ആരാധകനായ ഒരാളിൻ്റെ ഹോട്ടലിൽ നിന്നറിയാതെ ഞാനൊരു ഹോട്ടലിൽ റൂം എടുത്തു. ബില്ല് പേ ചെയ്യാനായിട്ട് റൂം വെക്കറ്റ് ചെയ്ത് വരുമ്പോൾ ബില്ല് പേ ചെയ്യുന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. എന്നോട് ചോദിച്ചു, ദിനേശ് ചേട്ടനല്ലേ? ഞാൻ പറഞ്ഞതേ. എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ അങ്കമാലി പോലീസ് കോടതിയിലൊരു കേസിന് വന്നതാണ്. എന്ത് കേസ്? ഞാൻ കാര്യം പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം കൗണ്ടറിൽ നിൽക്കുന്ന മാനേജരോട്, പിന്നെ ഇത് ദിലീപേട്ടൻ്റെ ബന്ധപ്പെട്ടൊരു കേസിന് വന്ന ആളാണേ, 1000 രൂപ വാങ്ങിച്ചാൽ മതി കേട്ടോ. റൂമിന് AC റൂം, നല്ല സൂട്ട് റൂം തന്നിട്ട് 1000 രൂപ എനിക്ക് എൻ്റെ ഇത് വാങ്ങുള്ളൂ. അവിടെയാണ് ഞാൻ താമസിക്കാറ് അങ്കമാലി പോയാൽ. പിന്നെ വക്കീലിന് കാശ് കൊടുക്കണം. ഒരു ദിവസത്തെ മൊത്തം ചിലവ്. വൈകുന്നേരം ട്രെയിൻ പിടിച്ച്, അങ്കമാലിയിലെല്ലാം ട്രെയിൻ നിർത്തൂല്ല. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് ഞാൻ തൃശ്ശൂരോ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിക്കും. അവർ കാറിൽ തൃശ്ശൂർ കൊണ്ടാക്കും, അല്ലെങ്കിൽ എറണാകുളത്ത് കൊണ്ടാക്കും. അവിടെ നിന്നാണ് കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉഴപ്പിയത്. ഇവിടെ ഇപ്പോൾ അതിവേഗ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ പോക്സോ കേസ് കമലു പറ്റിച്ച് കൊടുത്ത ഒരു കേസുണ്ടല്ലോ, അതിനൊക്കെ ഞാൻ കൃത്യമായിട്ട് പങ്കെടുക്കും. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്കേ ഞാൻ പോവുള്ളൂ. അങ്ങനെ സ്ഥിരമായി ചെല്ലാത്തതുകൊണ്ട് എൻ്റെ പേരിൽ വാറണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞു. ഇത്തവണ നമ്മൾ 4 പേര് ഹാജരായാൽ കോടതി കേസ് ഷീറ്റ് വായിക്കും. ഇല്ലെങ്കിൽ കേസ് അനിശ്ചിത നീളും. നിങ്ങളുടെ ജാമ്യം നിഷേധിച്ചാൽ പിന്നെ പുതിയ 2 ജാമ്യക്കാരെ സംഘടിപ്പിക്കണം എന്നൊക്കെ സജി നന്ദിയാട്ട് എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. സത്യത്തിൽ വിളിച്ച് പറഞ്ഞതെപ്പോഴെന്നറിയാം, രാത്രി 9 മണി കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ 11-ന് ഞാൻ എങ്ങനെ അങ്കമാലിയിലെത്തും? മംഗളത്തിലെ സുനിലിനെയും ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റിയാസിനെയും ഞാൻ തന്നെ വിളിച്ച് കേസിൻ്റെ ഗൗരവം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വരാൻ ചേട്ടാ, ഞങ്ങളും വരാം. രാത്രി ടിക്കറ്റ് തപ്പി ട്രെയിനിൽ. എനിക്ക് ടിക്കറ്റൊന്നും തപ്പാൻ അറിയില്ല, എല്ലാം മോനാണ് ചെയ്യണേ. തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒറ്റ ടിക്കറ്റില്ല. ഒടുവിൽ വന്ദേ ഭാരതിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ തത്കാൽ ടിക്കറ്റ് കിട്ടി. 1900 രൂപ തികച്ചില്ല, 1800 എത്ര രൂപയാണ് എറണാകുളം വരെ പോകാൻ. അതെടുത്തു. വെളുപ്പിന് 5:15 തിരുവനന്തപുരത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് എന്താ പറയുക, എന്നെ മോനും സിന്ധുവും കൂടെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കി. ട്രെയിൻ വന്ദേ ഭാരത് എറണാകുളം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരേ സ്റ്റോപ്പുള്ളൂ. അവിടെയും കോരിച്ചൊരിയുന്ന മഴയാണ്. ഞാൻ വന്ദേ ഭാരതിൽ കയറി 5:15. ഈ ട്രെയിൻ 8:15, 3 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നോർത്തിലെത്തും. 9:30 മണിയാവുമ്പോൾ മംഗളം സുനിൽ കാറുമായിട്ട് വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ ഇഡ്ഡലിയൊക്കെ വാങ്ങി കഴിച്ച് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കും, ഞാൻ വരാം. എറണാകുളമാണെങ്കിൽ മുഴുവൻ ട്രാഫിക് ജാമാണ്.
അപ്പോൾ സുനിലിന് കടവന്ത്രയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, മൊത്തം ജാമായി നിൽക്കുക. എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യോ, കലൂർ എത്താമോ എന്ന് ചോദിച്ചു. ഞാൻ കലൂരിൽ പോകാനായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ മുന്നിൽ നിന്ന ഒരു 50 ആട്ടോക്കാരോട് കലൂർ പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ആൾ വരാൻ തയ്യാറല്ല. പകരം വേണമെങ്കിൽ മട്ടാഞ്ചേരി പോവാം, അതാണ് അവസ്ഥ. പോലീസ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പം മട്ടാഞ്ചേരി, എനിക്ക് കലൂർ പോകാനുള്ള എനിക്ക് മട്ടാഞ്ചേരി പോകാൻ പറ്റുമോ? അവർക്ക് വലിയ ഓട്ടങ്ങൾ മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ മഴയായതുകൊണ്ട്. ഞാൻ കലൂരിലെത്തിയപ്പോഴേക്കും സുനിൽ അപ്പോഴും ബ്ലോക്കിൽ കിടക്കുകയാണ്. എന്നോട് പറഞ്ഞു അടുത്ത് വരുന്ന ഏതെങ്കിലും ഇതിൽ കളമശ്ശേരിയിലെത്തിയാൽ മതി, അവിടെ ബ്ലോക്ക് കുറവായിരിക്കും. ഞാൻ നേരെ മെട്രോ ട്രെയിനിൽ കയറി ആലുവ ഇപ്പോൾ ഇറങ്ങി. ആലുവ വരെയാണല്ലോ എറണാകുളത്ത് മെട്രോ ഉള്ളത്. ഇനിയിപ്പോൾ സുരേഷ് ഗോപി വേണം അത് കോയമ്പത്തൂരെ നീട്ടാൻ. ഇപ്പോൾ ആലുവ വരെ ഉള്ളൂ. അവിടെ നിന്ന് സുനിലുമായി അങ്കമാലിയിൽ കാറിൽ പോയി. തുള്ളിക്കൊരു കൂടെ മഴയാണ്, അങ്ങറ്റം ഇങ്ങറ്റം. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കോടതിയിലാണ് എത്തിയത്. തിരുവനന്തപുരത്തുകാരിയായ ഒരു വനിതാ ജഡ്ജാണ് കേസ് കേൾക്കുന്നത്. 5 പ്രതികളിൽ 4 പേരേ ഉള്ളൂ. കുറ്റപത്രം എങ്ങനെ വായിക്കും എന്നായി അവർ. 1-ാം പ്രതി ടിപ്പർ ലോറി ഇടിച്ച് മരിച്ചുപോയി എന്ന് കോടതിയെ ബോധിപ്പിച്ചു. SV പ്രദീപ് നിഷ്പക്ഷത്തിനും അപ്പുറം ദിലീപ് തെറ്റുകാരനല്ല എന്ന തലത്തിൽ അവതാരകനായി സംസാരിച്ചിരുന്ന ആളായത് നന്നായി. ഇല്ലെങ്കിൽ ദിലീപ് തന്നെ ഒരു ടിപ്പർ ലോറി ഒപ്പിച്ചെടുത്ത് 10 ലക്ഷം കൊടുത്ത് കൊന്നതാണെന്ന് കൊട്ടാരക്കര വിക്രമനും കാഞ്ഞിരംകുളം മുത്തുവും റിപ്പോർട്ടർ ചാനൽ മുൻ മുതലാളിയും കൂടി ചേർന്ന് ചർച്ച നടത്തിയേനെ ഒരു മാസം. പ്രദീപ് ദിലീപിന് ഇഷ്ടപ്പെട്ടിരുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച നടത്താൻ പറ്റിയില്ല. അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ദിലീപ് കൊടുത്തിട്ടാണ് കൊന്നതെന്ന് പറഞ്ഞതന്നെ. കേസ് ആഗസ്റ്റിലേക്ക് മാറ്റി. നെടുമ്പാശ്ശേരിയിലേക്ക് തിരിയുന്ന അത്താണി ജംഗ്ഷനിലെ ഒരു വലിയ ഹോട്ടലിലേക്ക് സുനിൽ ഞങ്ങളെ കൊണ്ടുപോയി. നല്ല രുചിയുള്ള, എനിക്ക് ഊണും തൈരും പായസവും ഒക്കെ വാങ്ങി തന്നു. അവർ മീൻകറിയും ചോറും ഒക്കെ വാങ്ങി കഴിച്ചു. അത്താണി എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. തൃശ്ശൂരിൽ നിന്നും വന്ന ആക്രമിക്കപ്പെട്ട നടിയെ അത്താണി ജംഗ്ഷനിൽ നിന്നാണ് വേറൊരു വണ്ടിയിലേക്ക്, ട്രാവലറിലേക്ക് കയറ്റിയത്. അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ചർച്ച ചെയ്യുകയായിരുന്നു. ഊണ് ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോൾ വെറുതെ നന്ദിയാട്ട് റിയാസിനോട് പറഞ്ഞു, റിയാസേ ആ ദിലീപിനെ ഒന്ന് വിളിക്കി, നമ്മൾ ഇത്രയും ആയിരങ്ങൾ മുടക്കി ഈ മഴയത്ത് അയാൾക്ക് വേണ്ടിയാണ് ഈ കോടതിയിലേക്ക് കയറി ഇറങ്ങണമെന്ന് അയാളൊന്ന് അറിയട്ടെ എന്ന് നന്ദിയാട്ട് പറഞ്ഞു. റിയാസ് ദിലീപിനെ വിളിച്ചു. ഫോൺ ആദ്യം എനിക്ക് തന്നു. ദിനേശ് ചേട്ടാ, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ഇപ്പോഴും കോടതി കയറി ഇറങ്ങുന്നു അല്ലേ? കാശൊത്തിരി ചിലവാകുന്നുണ്ട് അല്ലേ? ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് കുശലങ്ങൾ പറഞ്ഞല്ലാതെ. ദിലീപ്, ഞാൻ നിന്നെ മെനങ്ങാന്ന് വിളിച്ചിരുന്നു, 2 പ്രാവശ്യം വിളിച്ചു, 2 ഫോണിൽ നിന്ന്. നിങ്ങൾ എടുത്തില്ല കേട്ടോ. ഒരു അത്യാവശ്യ കാര്യം, നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം പറയാൻ വിളിച്ചതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഫോൺ വന്ന വിവരം അയാൾ കണ്ടതായി അയാളും പറഞ്ഞില്ല. ദിലീപിൻ്റെ ഡേറ്റും 50 ലക്ഷം രൂപയും എൻ്റെ ഇരിക്കുന്ന കാര്യം പറഞ്ഞ എൻ്റെ സ്നേഹിതൻ പല്ലിശ്ശേരിയെ ഞാനപ്പോൾ ഓർത്തു. ഫോൺ മംഗളം സുനിലിനും സജി നന്ദിയാട്ടിനും നൽകി. അവരും സംസാരിച്ചു. ഊണ് കഴിഞ്ഞ് നന്ദിയാട്ട് തൻ്റെ വണ്ടിയിൽ കയറിപ്പോയി. 5000 രൂപയുടെ പെട്രോൾ കോട്ടയത്ത് നിന്ന് അങ്കമാലി വരെ. ലിറ്ററിന് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ കിട്ടുന്ന ഒരു കാറും കൂടാണ് വന്നേക്കണം. ഒരു വലിയ ജഡായു പോലത്തെ ഒരു കാറ്. 2000 രൂപ ഡ്രൈവർക്ക് ശമ്പളം, 3000 രൂപ ചിലവ്. അപ്പോൾ 10000 രൂപയാണ് അങ്കമാലിയിൽ വരാൻ എനിക്ക് ഒരു വരവിന് ചിലവ് എന്ന് കണക്ക് പറഞ്ഞിട്ടാണ് സജി നന്ദിയായിട്ട് കാറ് കയറിപ്പോയത്. സുനിൽ എന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. റിയാസിന് 5:30 മണിക്കുള്ള ജനശതാബ്ദിയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ വീടെത്തുമ്പോൾ രാത്രി 9:30. പിന്നെയും മഴ തകർത്ത് പെയ്യുകയാണ്. ഇതൊക്കെ ദിലീപ് അറിഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നും. കാരണം സജി വിളിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ വിളിക്കേണ്ടെന്നാണ് തോന്നിയത്. പക്ഷേ റിയാസിൻ്റെ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ, നിങ്ങളിപ്പോഴും എനിക്ക് വേണ്ടി, ഞാൻ ഫ്രീ ആയിട്ട് പോയതാ വീട്ടിൽ ഇരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് കോടതി കയറി ഇറങ്ങാനാണ് വിധി, കാശും പോവുകയാണല്ലോ എന്ന് ദിലീപ് പറഞ്ഞപ്പോൾ അത്രയെങ്കിലും അയാൾ അറിഞ്ഞിരിക്കട്ടെ എന്നെനിക്ക് തോന്നി. അടുത്ത കഥ
തരം കണ്ടതുപോലെ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത, അത് പച്ചയ്ക്ക് പിടിച്ചാൽ പോലും ഒരു ഉളുപ്പുമില്ലാത്ത ഒരു സിനിമാക്കാരനെ പറയാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ആർക്കും പറയാം മേജർ രവി എന്ന്. അപാരമായ തൊലിക്കൊട്ടിയുള്ളവർ പോലും പറയാത്ത, നട്ടാൽ കുറുക്കാത്ത എന്തും വിടും ഇദ്ദേഹം എന്നുള്ളതാണ്. അത് ഈ ഒന്നാമത് ഈ പട്ടാളക്കാർ ഇത്തിരി പുളുവടി കൂടുതലുള്ളവരാണ്. ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുന്നവർ തന്നെ കളിയാക്കില്ലേ എന്ന ബോധം പോലും ഇല്ലാത്ത മനുഷ്യനാണ് മേജർ രവി. മലയാളി മറക്കാറായിട്ടില്ല. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ ഈ മഹാൻ കാണിച്ച നമ്പർ, എമ്പുരാൻ തിയേറ്ററിൽ കയറി നിന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി മല്ലിക ചേച്ചിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട്, ചേച്ചിയുടെ മോൻ രാജുവിൻ്റെ മഹാഭാഗ്യമാണ് ഇങ്ങനൊരു സിനിമ എടുക്കാനായത്, എനിക്ക് രാജുവിനോട് അസൂയ തോന്നുന്നു, എന്താ ചെയ്തു വച്ചിരിക്കുന്നത് എന്നൊക്കെ തള്ളി മറിച്ചിട്ട് അടുത്ത് നിന്ന ഇന്ദ്രജിത്തിനെ കെട്ടിപ്പിടിച്ച് തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട്, എമ്പുരാനൊരു ദേശദ്രോഹ സിനിമയാണ്, ഇതിനെങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകി ലാൽ സാർ അറിയാതെ സ്ക്രിപ്റ്റിൽ തിരിമറി നടത്തി എന്ന് തുടങ്ങി കുറേ വിടലുകൾ മേജർ വിട്ടു. മല്ലിക ചേച്ചിയുടെ വായിലിരുന്ന് മുഴുവൻ കേട്ട് പിടിക്കുകയും ചെയ്തു. ഈ പടം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചില ആസൂത്രിതമായ പരിപാടികൾ നടന്നത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതായത് ഈ സമയത്ത് ഒരു സമരം കൊണ്ടുവരിക, ഈ പടം തിയേറ്ററുകാർക്ക് ലാഭമായിരിക്കും, അവർക്ക് അതിൽ സന്തോഷം വരും, എന്നാ ഇപ്പൊ ഇറക്കണ്ട എന്നും പറഞ്ഞൊരു സമര പദ്ധതിയൊക്കെ ഇട്ട് അതൊക്കെ പൊളിഞ്ഞു എന്നാണ് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെയൊക്കെ ഭയങ്കര മാനോളം പുകഴ്ത്തിയ മേജർ രവി മിനിയാന്ന് രാത്രിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, പൃഥ്വിരാജ് ചതിച്ചു, ഈ സീനും ആരും കണ്ടിട്ടില്ല, പ്രിവ്യൂ. എന്തൊക്കെ നുണയാണ് ഒരു ദേശസ്നേഹിയായ കമാൻഡോ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞത്. ഇതാണോ ദേശസ്നേഹം? ഇതൊക്കെ വ്യക്തി സ്നേഹം എന്നല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ വേറെ എന്താ പറയേണ്ടത് നിനക്ക്? ഞാനും ലാൽ സാറും അറിയാത്ത ഒരു സീനും എമ്പുരാനിലില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടു പൃഥ്വിരാജിനെ ഞോണ്ടിക്കൊണ്ടേ നടന്നു ഈ മഹാൻ. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്ന ഒരു ടൈപ്പാണ് മേജർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, സലിംകുമാർ മരിച്ചു. പറവൂരുകാരൻ, നമ്മുടെ മുഖ്യമന്ത്രിയും പറവൂരുകാരനാണ്, സ്നേഹിതരുമാണ് അവർ രണ്ടുപേരും. അനാരോഗ്യത്തിനിടയിലും സതീശന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയും പോയിടത്തെല്ലാം നിലവാരം കുറഞ്ഞ ബളിപ്പുകൾ പിണറായിയെ പറഞ്ഞ് സ്വയം ചിരിച്ച സലീം അങ്ങ് പോയി. പിണറായി അതിനൊന്നും പ്രതികരിക്കില്ലല്ലോ, അദ്ദേഹം പ്രതികരിച്ചില്ല. സലീമിന് അന്ത്യോപചാരത്തിന് വന്നിട്ട് സതീശനെ നന്നായെന്ന് സൂചിപ്പിക്കാനായിട്ട് ഇനി കോൺഗ്രസ്സിലായിട്ട് പോകണമെന്തോ, അതാ വല്ല ബോർഡിൽ വല്ലതും രക്ഷയുണ്ടോ എന്നുണ്ടോ, സതീശനെ ഒന്ന് നന്നായിട്ട് സോപ്പിടണമെന്ന് തോന്നിക്കാണും. ഈ മേജർ രവി നടത്തിയ ഒരു തള്ള് മലയാളി കേട്ടിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സലിംകുമാർ എണീറ്റിരുന്ന് ചിരിക്കാത്തത് ഭാഗ്യമായി എന്ന് ഞാൻ പറയും. ഒന്ന്, കാരണഭൂതൻ എന്ന പാട്ടും പാടി നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ല, ഒരു മുഖ്യമന്ത്രി എന്നേ പറഞ്ഞുള്ളൂ. അത്രക്കൾ വിവരേ കാണുള്ളൂ, പോട്ടെ. ഞാനാണ് വലുത് എന്നാണത്രേ ആ മുഖ്യമന്ത്രിയുടെ ചിന്ത. ആരെ? പിണറായിയുടെ. ഇപ്പുറത്തെ ഒരു വണ്ടിയും കൊണ്ടിട്ടിട്ടാണ് കയറി ചെന്നിരിക്കുന്നത്. ആര്? വി ഡി സതീശൻ. ഒരൊറ്റ വണ്ടിയിലാണെന്ന് വി ഡി സതീശൻ വന്നത്. മറ്റങ്ങനെ അങ്ങനെയല്ല, ഞാനാണ് വലുത്, ഞാനാണ് രാജാവ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാരണഭൂതൻ എന്ന് സ്വയം പാടി നടക്കുന്നതാണ് തന്നെ. മേജർ രവി ചെയ്യുന്ന വിഡ്ഢിവേഷങ്ങളൊന്നും പിണറായി ചെയ്യാറില്ല, ഒരു വിഡ്ഢിത്തരവും പറയാറുമില്ല. മേജർ നല്ല അപകാര തൊലിക്കെട്ടിയുള്ളതുകൊണ്ട് എങ്ങനെയോ മേജറായി പോയതാണ്. ഇന്നസെൻ്റ് ഏട്ടൻ മരിച്ചപ്പോൾ പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയാണ് മേജർ ചോദിക്കുകയാണ്. 56 വണ്ടിയും 560 പോലീസും 10 ഫയർഫോഴ്സും എല്ലാം കൂടിയാണ് ഈ ഇടവഴിയിലൂടെ പിണറായി കൊണ്ടുപോയത്. ഈ പൊങ്ങച്ചം കാണിക്കുന്നവന്മാർ മറ്റുള്ളവർ വോട്ട് ചെയ്ത് നിങ്ങളെ അവിടെ കയറ്റിയതാണെങ്കിൽ നിങ്ങളവരുടെ സർവൻ്റാണ്, അതാണ് മുഖ്യമന്ത്രി സതീശൻ കാണിച്ചു തരുന്നത് എന്നൊക്കെ പുള്ളി തള്ളി മറിച്ചു. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം പോലും നോക്കാതെ 24 ചാനലിൻ്റെ, ഷീണ ചേട്ടൻ്റെ 24 ചാനലിൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് ഞാനിവിടെ കാണിക്കുന്നു. ഇന്നസെന്റ് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോയിരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനുകൾ എല്ലാം കൂടെ ആ ഇടവഴിയിൽ കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചം കാണിക്കലാണ്. മറ്റുള്ളവരെ വോട്ട് ചെയ്തത് നിങ്ങളെ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സെർവന്റാണ്. അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു ബിഹേവിയർ
അതുപോലെ തന്നെ കയറി ചെന്ന വഴിക്ക് ഷോറിട്ടു. ഒരു മരണം നടന്ന സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ അവിടെയല്ല പാർട്ടി. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുൻപിലോ പിന്നിലോ മറ്റേതെങ്കിലും കമാൻഡന്റുകളോ മറ്റേതെങ്കിലും ആളുകൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളോ ഇല്ല. ആകെ രണ്ട് വണ്ടി മാത്രമാണ് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. ആർ ബിന്ദു അടക്കം പാർട്ടി സെക്രട്ടറി അടക്കം അന്ന് മുഖ്യമന്ത്രിക്കൊപ്പമാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നു. അപ്പോൾ 56 വാഹനങ്ങൾ പ്രേക്ഷകർ കാണുന്നില്ല. 560 പോലീസുകാരെയും പ്രേക്ഷകർ കാണുന്നില്ല. അപ്പോൾ മേജർ രവി പറഞ്ഞത് വസ്തുതാവിരുദ്ധം. ഇനി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന് Z+ കാറ്റഗറി സുരക്ഷയാണ് ഉണ്ടായിരുന്നത്. Z+ കാറ്റഗറി സുരക്ഷയിൽ മേജർ രവി പറഞ്ഞതുപോലുള്ള സന്നാഹങ്ങളുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വ്യക്തിഗത സുരക്ഷാ പരിരക്ഷയായ Z+ കാറ്റഗറിയിൽ എത്ര വാഹനങ്ങൾ ഉണ്ടാകും? എത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും? നമുക്ക് പരിശോധിക്കാം. 40-ലധികം വാഹനങ്ങളെന്നും 56 വാഹനങ്ങളെന്നും പറയുന്നത് വാസ്തവമാണ്. ആ ദൃശ്യം പ്രേക്ഷകർ നോക്കൂ. Z+ കാറ്റഗറി സുരക്ഷയിൽ എത്ര വാഹനങ്ങൾ, എത്ര സുരക്ഷാ ഉദ്യോഗസ്ഥർ? നമ്മളത് പരിശോധിച്ചിട്ട് പോയാൽ നിലവിൽ ഒരു ദൃശ്യം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിച്ചിട്ട് വരാം. Z+ കാറ്റഗറി സുരക്ഷയിൽ 10 മുതൽ 12 വരെ വാഹനങ്ങളാണ് പരമാവധിയുള്ളത്. അതിൽ ഒരു പൈലറ്റ് വാഹനമുണ്ടാവും, ഒരു എസ്കോർട്ട് വാഹനമുണ്ടാവും, VIP ബുള്ളറ്റ് പ്രൂഫ് വാഹനമായിരിക്കും, ജാമർ വാഹനം, ഡമ്മി വാഹനം, ആംബുലൻസ് എന്നിവയായിരിക്കും. മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മൊത്തത്തിലുള്ള എസ്കോർട്ട് വാഹനങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ 7 വാഹനങ്ങളാണ് സാധാരണ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത്. അതിൽ ഒരു ആംബുലൻസ് ഉണ്ടാവും, ഒരു ഫയർ എഞ്ചിൻ ഉണ്ടാവും, ഒരു കമാൻഡന്റ് വാഹനമുണ്ടാവും, ഒരു പൈലറ്റ് വാഹനവും ഒരു എസ്കോർട്ട് വാഹനവും ഉണ്ടാവും. ഇതാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത്. Z+ കാറ്റഗറിയിൽ 7 വാഹനങ്ങളാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത് എന്നതാണ് വാസ്തവം. ഇനി സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്ര പേരുണ്ടാവും എന്നതുകൂടി പ്രേക്ഷകർ അറിയണം. 55 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് സാധാരണ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് വിന്യസിക്കാറ്. അത് NSG കമാൻഡോസും CRPF ഉദ്യോഗസ്ഥരും പ്രാദേശിക പോലീസും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറും CSF ഉദ്യോഗസ്ഥരും അടക്കം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹത്തിൽ കമാൻഡന്റ് രണ്ട് കമാൻഡിംഗ് വാഹനങ്ങളിലായിട്ടും ഒരു പൈലറ്റ് എസ്കോർട്ട് വാഹനത്തിലായിട്ടുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത്. ഇനി ദൃശ്യം കൂടി പ്രേക്ഷകരെ, ഈ ദൃശ്യം കണ്ടാൽ ഈ പറഞ്ഞത് കൂടുതൽ വ്യക്തമാകും. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അപകടത്തിൽപ്പെട്ടപ്പോൾ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആംബുലൻസ് ആണ് ഈ വാഹനവ്യൂഹത്തിൽ ഏറ്റവും പിന്നിൽ പോകുന്നത്. Z+ കാറ്റഗറിയിൽ ആകെ 12 വാഹനങ്ങൾ വരെ പരമാവധി. എന്നാൽ 7-8 വാഹനങ്ങൾക്കും അപ്പുറത്തേക്ക് സാധാരണ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. 1 പൈലറ്റ്, 2, 3, 4, 5, 6, 7 വാഹനങ്ങളും തൊട്ടു പിന്നാലെ ആംബുലൻസും മാത്രമാണ് ആ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത്. ഇതാണ് പിണറായി വിജയൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്തെ വാഹന വ്യൂഹം. Z+ കാറ്റഗറിയിൽ 10 മുതൽ 12 വരെ വാഹനങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത് 7 പൈലറ്റ്, എസ്കോർട്ട്, കമാൻഡന്റ്, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും ഒരു ആംബുലൻസും മാത്രമാണ്. എവിടെയാണ് ഈ പുളുവൻ മേജർ പറഞ്ഞ 560 പോലീസും 56 വണ്ടികളും 10 ഫയർഫോഴ്സും വന്ന് നിങ്ങൾ നോക്കിയോളൂ. പിണറായി വിജയൻ ഇന്നസെന്റ് വീട്ടിൽ വന്ന വിഷ്വലാണ് നിങ്ങൾ കണ്ടത്. എന്തിനാണ് ഈ മനുഷ്യൻ? ഒന്നുമില്ലെങ്കിൽ ആ പിണറായി വിജയന്റെ പ്രായത്തെങ്കിലും ബഹുമാനിക്കണ്ടേ? നമുക്ക് രാഷ്ട്രീയമാണ് പറയാനെങ്കിൽ ഞാൻ വേറെ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത കാലത്ത് ചായ അടിച്ചുകൊണ്ടിരുന്നതും മറ്റേ കമ്പ്യൂട്ടറിൻ്റെ ബാർ കൗണ്ട് വരുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റിൽ ബാർ കൗണ്ട് വന്നതും 10,000 രൂപയുടെ കൂണ് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്നതൊക്കെ ഒരുപാട് കഥകൾ വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇയാൾ വിവരക്കേട് പറയുന്നു എന്ന് കരുതി നമ്മളും പറയുന്നത് ശരിയല്ലല്ലോ.
അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് നേരും നെറിയുമില്ലാതെ പഠിക്കാൻ വരുന്ന പിള്ളേരെ പറ്റിച്ച് നരുന്ത് പയ്യന്മാരിൽ നിന്നും ഇടിയും വാങ്ങി എന്നെ ഇടിച്ചതെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പരാതി എഴുതുന്ന ആളല്ല പിണറായി വിജയൻ. ഒരാളെയും അനാവശ്യമായി അയാൾ ഒന്നും പറയാറില്ല. മറ്റു ചിലർ ചന്തപ്പെണ്ണുങ്ങളെപ്പോലെ നുണ പറഞ്ഞും കൊതിക്കെറിവ് പറഞ്ഞും പരദൂഷണം പറഞ്ഞും പിള്ളേർ കാറിൻ്റെ മോളിൽ കൂടി തൂക്കി എറിഞ്ഞും സാമ്പത്തിക ക്രമക്കേട് നടത്തിയുമൊക്കെ കാലം കഴിക്കും. കോടതി ശിക്ഷിച്ചതൊക്കെ ഓർത്ത് വെച്ചോളണം. ഒരു തിരക്കഥയ്ക്ക് മോഷ്ടിച്ചതിന് എത്ര രൂപ കൊടുത്തു? രാഷ്ട്രീയ പകയോ ഒന്നും രാഷ്ട്രീയത്തിൽ നേടാനാകാത്തതിൻ്റെ ചുരുക്കമൊക്കെ കാണാം. മനുഷ്യനല്ലേ. പക്ഷെ മരിച്ചിടത്തെങ്കിലും ഒരാൾ മരിച്ചിടത്തെങ്കിലും മാന്യമായി സംസാരിക്കാൻ പഠിക്കണം. ഉയർന്ന പൊസിഷനിൽ എത്തിയാലും നായ നടുക്കടലിൽ പോയാലും നക്കി കുടിക്കുന്ന സ്വഭാവമേ ചിലർ കാണിക്കൂ. അത് അങ്ങനെയുള്ള ജീനായതുകൊണ്ടാകാം. ഇനി സ്ഥിരമായി തോറ്റ് തഴമ്പ് വീണതുകൊണ്ട് എന്താ പറയുക, പൊടിയും തട്ടി സതീശനെ 10 പുകഴ്ത്തിൽ പാടി നടക്കാം, അങ്ങനെ എന്തെങ്കിലും നക്കുന്നുണയും കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നട്ടക്കുരുക്കത്തെ കള്ളം ഇനി പറയരുത്. പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ പറയാമായിരുന്നു. ഒരു 5-10 ചാനലുകൾ മാത്രമുള്ള കാലത്താണെങ്കിലും പറയാമായിരുന്നു. ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ വന്ന ശേഷമേ ഫോണും കൊണ്ട് നടക്കുന്നവരെല്ലാം പത്രക്കാരായതിൻ്റെ ഒരു ഗുണം ഇതിലുണ്ട്. കാരണം എല്ലാ വിഷ്വലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കള്ളം പറഞ്ഞാൽ ഉടനെ പിടിക്കും. അതെങ്കിലും മേജർ ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. പിണറായി വിജയൻ 2014 മുഖ്യമന്ത്രിയായി. അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തതെന്നറിയാം, എനിക്ക് പൈലറ്റ് എസ്കോർട്ട് മാത്രം മതി എന്നാണ്. IBക്ക് റിപ്പോർട്ട് കിട്ടി അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാവുന്നു. അങ്ങനെ IB ആണ് ഇസഡ് കാറ്റഗറി പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് 12 വണ്ടി വന്നത്. ഈ 40 വണ്ടി കൊണ്ട് പോകുന്നതൊക്കെ വെറുതെ ദുഷ്പ്രചരണമാണ്. അങ്ങനെയല്ല. അപ്പോൾ സോണിയാഗാന്ധി വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്താണ് ഇസഡ് കാറ്റഗറി. അപ്പൊ ഇസഡ് കാറ്റഗറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസുകാർക്ക് ഇസഡ് കാറ്റഗറിയുള്ള VIP അറ്റാക്ക് ചെയ്യുമ്പോൾ വെടിവെച്ച് കൊല്ലാം. നിയമമാണത്. ആ നിയമം അനുസരിച്ച് ഈ പോലീസുകാർ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വെറുതെ ലഘൂകരിച്ച് പ്രവർത്തിച്ച് കളയരുത്. ഇസഡ് കാറ്റഗറി പ്രഖ്യാപിക്കുന്ന ഇപ്പോഴത്തെ MLA എ ഡി തോമസിനെ വെടിവെച്ച് കൊല്ലാതെ വിട്ടത് മഹാഭാഗ്യം വായിച്ചതല്ല. അടുത്ത കഥ ഞാൻ മുമ്പ് പറഞ്ഞ കഥയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞതാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. ഒരു കാലത്ത് മലയാള സിനിമ അത്രയും തമ്പടിച്ചിരുന്ന കേരളത്തിലെ ഒരു ജില്ലയുണ്ട്. അവിടെ സർക്കാരിൻ്റെ 2 ഗസ്റ്റ് ഹൗസുകളുണ്ട്. വിശാലമായ മുറികളാണ് ഈ ഗസ്റ്റ് ഹൗസിൽ. ഫാൻ പോലും ഇടാതെ ഇരുന്ന് എഴുതാം, ഉറങ്ങാം, എന്തും ചെയ്യാം. മുറ്റത്താണെങ്കിൽ നിറയെ മാവുകളാണ്. അതുകൊണ്ട് നല്ല തണലുമുണ്ട്. സീസണായാൽ വലിയ കപ്പ മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച മനോഹരവുമാണ്. സിനിമയിലെ ഏതാണ്ട് എല്ലാ സ്വഭാവ നടന്മാരും സ്വഭാവ നടിമാരും ഈ ഗസ്റ്റ് ഹൗസുകളിലായിരുന്നു വാസം. അതിൻ്റെ പ്രധാനമായൊരു കാര്യം, അവിടെ ഒരു മനുഷ്യനുണ്ട്, ഒരു സൂക്ഷിപ്പുകാരൻ. നമുക്ക് ആവശ്യമായത് എന്തു പറഞ്ഞാലും അദ്ദേഹം എത്തിച്ചു തരും. മുറുക്കാൻ വേണോ? ആ മുറുക്കാൻ പല്ലില്ലാത്തതുകൊണ്ട് ഇടിച്ചു തരണോ? ബീഡി വാങ്ങണോ? മദ്യം വാങ്ങണോ? അല്പം കഞ്ചാവ് വാങ്ങണോ? പ്രൊഫഷണലുകൾ അല്ലാത്ത പെണ്ണുങ്ങൾ വേണോ? നല്ല ചൂട് കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും ചുട്ട പപ്പടവും വേണോ? പയർ തോരനും കൂടെ ചേർത്ത് അതും തരും. എന്തും റെഡിയാക്കി തരുന്ന മനുഷ്യനായിരുന്നു. നമ്മൾ സർക്കാരിന് അടയ്ക്കേണ്ട തുച്ഛമായ പൈസ പോയിട്ട് പോകാൻ നേരത്ത് ഇദ്ദേഹത്തിന് ഒരു വലിയ തുക കൊടുക്കും എല്ലാവരും പോകാൻ നേരത്ത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. അതിനാൽ തൈക്കിളവിമാരും തൈക്കിളവന്മാരും അവിടെ മാത്രമേ രാപ്പാർക്കൂ. വീട്ടിലെ അന്തരീക്ഷത്തിൽ ജീവിക്കാം. അല്പം നടക്കണോ? കാലത്തും വൈകിട്ടും നല്ല തണലത്ത് പുറത്തെങ്ങും പോവാതെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ നടക്കാം. അങ്ങനെ ഒരു നാൾ ഒരു സ്വഭാവ നടൻ രാപ്പാർക്കാൻ വന്നു. ചെറിയ കഞ്ചാവ് വലി, നല്ല മദ്യപാനം, അന്തസ്സുള്ള വ്യഭിചാരം മുതലായവയൊക്കെയുള്ള മാന്യനായ കക്ഷിയാണ് ഈ വന്നത്. എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ ഒപ്പിക്കണം എന്ന് ചോദിക്കാൻ നമ്മുടെ സൂക്ഷിപ്പുകാരൻ ചെന്നു. കുശലമൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നൊരു അന്തിക്കൂട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് ഈ സ്വഭാവ നടൻ അറിയിച്ചു. കസ്റ്റോഡിയൻ അങ്ങ് പോയി. സന്ധ്യയായി. കഞ്ഞി, ചുട്ട പപ്പടം,
തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, വൻപയർ തോരൻ, കപ്പ പുഴുങ്ങിയത്, ഒരു പാക്കറ്റ് സിഗരറ്റ്, തീപ്പെട്ടി, ഒരു കിളുന്ത് പെണ്ണ് എന്നിവ എത്തിച്ചു ഈ സൂക്ഷിപ്പുകാരൻ. ഇത് ഇന്നലത്തെ കഥയല്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. ആ നടന്ന ഇതിലെ കക്ഷിയായ നടൻ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. എല്ലാം കൊള്ളാം. പെങ്കൊച്ചിനെ കണ്ടപ്പോൾ നടനൊരു വൈക്ലഭ്യം. എൻ്റെ മോളാകാനുള്ള പ്രായം പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ കസ്റ്റോഡിയൻ അങ്ങ് പോയി. മിഥുനത്തിലെ ഇന്നസെന്റിനെ പോലെ ആ പെങ്കൊച്ച് ഇരിക്കുകയാണ്, ഒരു ഭാവഭേദവുമില്ല മുഖത്ത്. നടൻ ചോദിച്ചു, കഞ്ഞി എടുക്കട്ടെ? വേണ്ട സാർ. അല്ല വേണ്ട അങ്കിൾ, ഞാൻ വീട്ടിൽ നിന്ന് പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടാണ് വന്നത്. അങ്കിൾ കഴിക്കും. ആഹാരത്തിന് മുന്നേയുള്ള 2 വീശി കഞ്ഞിയും കറികളും അദ്ദേഹം കഴിച്ചു. ആരൊക്കെയോ വന്ന് വാതിലിൽ മുട്ടി. തുറക്കണ്ട, മിണ്ടണ്ട എന്ന് കണ്ണുകൊണ്ട് അദ്ദേഹം ആംഗ്യം കാണിച്ചു പെൺകുട്ടിയോട്. നേരം കുറേ പോയി. ഉറക്കം വരുന്നോ? ഇല്ല, ഞങ്ങൾ വീട്ടിൽ വൈകിയാണ് ഉറങ്ങാറ്. ലൈറ്റ് അണയ്ക്കട്ടെ? ആയിക്കോട്ടെ. ലൈറ്റ് അണഞ്ഞു. ഭംഗിയായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ആ കുട്ടി അങ്ങ് ഉറങ്ങി. ചൈൽഡിഷ് ആയതുകൊണ്ട് അങ്ങ് ഉറങ്ങി. പക്ഷേ നടന് ഉറക്കം വരുന്നില്ല. വന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രശസ്തനായ ഒരു സിനിമാ നടനായ തന്നെ കണ്ടിട്ട് ആ കുട്ടിയുടെ മുഖത്ത് ഒരു ആകാംക്ഷയുമില്ല. നിർഗുണ പരബ്രഹ്മം പോലെ ഇരിക്കുന്നു. ആദ്യം കടന്നു വന്നപ്പോൾ അയ്യോ ഇതാര് എന്ന ആകാംക്ഷ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. ഒന്നും സംഭവിച്ചില്ല. താൻ കഞ്ഞി കുടിക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴും സിനിമ നടൻ മദ്യപിക്കുമോ എന്ന ഒരു നോട്ടം പോലുമില്ല. TV സ്ക്രീനിൽ നോക്കിയിരുന്നു, അത്ര തന്നെ. ഇനി എന്നെ മനസ്സിലാകാതെ പോയതാണോ? വിമാനയാത്രയിൽ തൊട്ടടുത്തിരുന്നയാൾ തന്നെ ശ്രദ്ധിക്കാതെ ഒരു പുസ്തകം വായിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടു. കമൽഹാസൻ. ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി തിരിച്ച് അദ്ദേഹം പേര് ചോദിച്ചു. എന്താ പേര് എന്ന് ചോദിച്ചു. എൻ്റെ പേര് കമൽ സാർ. കമൽഹാസൻ എന്ന് പറയും. എന്ത് ചെയ്യുന്നു? ഞാനൊരു സിനിമാ നടനാണ്. ഓ അത് ശരി. അങ്ങനെ അത് ശരി എന്ന് പറഞ്ഞ് മനുഷ്യൻ വീണ്ടും പറഞ്ഞു, സോറി, ജോലി തിരക്കുകൾക്കിടയിൽ ഞാൻ സിനിമ കാണാറില്ല, സോറി. അങ്ങനെ പറഞ്ഞ ആളിൻ്റെ പേര് JRD ടാറ്റ എന്നായിരുന്നു. അക്കാര്യം നമ്മുടെ നടൻ ചിന്തിച്ചു. എന്നെ ഈ കുട്ടിക്ക് അറിയില്ലേ? ഞാൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന സ്വഭാവം നടന്നെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. എന്നെ അറിയില്ലേ എന്ന് അദ്ദേഹം സംശയിച്ചു. നേരം വെളുത്തു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനായി കുട്ടി റെഡിയായി. കസ്റ്റോഡിയൻ പറഞ്ഞിരുന്നതിലും 1000 രൂപ കൂടുതൽ ആ കുട്ടിക്ക് കൊടുത്തു. താങ്ക്സ് എന്നോ അത് വേണ്ടെന്നോ പറഞ്ഞില്ല. ഇതിൽ അയ്യോ എന്നോട് പറഞ്ഞതിനേക്കാൾ കാശുണ്ടല്ലോ, താങ്ക്സ് എന്നും പറഞ്ഞില്ല. എനിക്ക് അധികം കാശ് വേണ്ട എന്നും പറഞ്ഞില്ല. സഹി കെട്ടപ്പോൾ ആ കുട്ടി പോകുന്നതിന് മുമ്പ് നടൻ തിരക്കി. മോൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല അങ്കിൾ. ഈ ജോലിക്ക് വരുമ്പോൾ കസ്റ്റമർ എന്തിനാ അറിയുന്നത് എന്നാവും ചിലപ്പോൾ ആ കുട്ടി ചിന്തിച്ചത്. എന്നെ അറിയില്ല എന്ന ഉത്തരം ഈ നടൻ്റെ കാറ്റഴിച്ച് വിട്ടു. എന്നെ എല്ലാവരും അറിയും എന്ന അഹന്ത അവിടെ അതോടെ ചിതറി വീണ് പൊളിഞ്ഞു. ഞാനൊരു സിനിമാ നടനാണ്, എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേര് പറഞ്ഞു. ആണോ? എനിക്ക് സിനിമയിൽ ആരെയും അറിയില്ല അങ്കിൾ, ഞങ്ങൾ സിനിമ കാണാറില്ല. അതെന്താ സിനിമ കാണാത്തത്? അച്ഛൻ പറയുന്നത് പെൺകുട്ടികൾ സിനിമ കണ്ടാൽ വഴിതെറ്റും എന്നാണ്. ആ 1.5 ഉത്തരം കേട്ട നടൻ അറിയാതെ തളർന്ന് കട്ടിലിരുന്നു പോയി. സിനിമ കണ്ടാൽ മക്കൾ വഴിതെറ്റും, അതുകൊണ്ട് സിനിമ കാണണ്ട എന്നാണ് അച്ഛൻ പഠിപ്പിച്ചത്. ഈ നടനെ ഞാനിപ്പോൾ ഓർത്തു പോയത്, ചായ കുടിക്കാൻ ആരെങ്കിലും ചായകൾ നടത്തുമോയെന്ന് ചോദിക്കുന്ന പോലെ ഗൾഫ് നാടുകളിൽ വെച്ച് കിട്ടുന്നതൊക്കെ അടിച്ച് ഫിറ്റായി തുണിയും മണിയുമൊക്കെ പറിച്ചെറിഞ്ഞ് 4-5
തറ പാർട്ടികളോടൊപ്പം ഉഡാൻസ് കളിച്ചും അലറി വിളിച്ച് പേക്കൂത്ത് നടത്തിയും തലയെണ്ണി പൈസ ചോദിച്ച് വാങ്ങിച്ച് നടക്കുന്ന സദാചരണികൾ, അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ വല്ലതും നടക്കുമോയെന്ന് ചോദിക്കുന്നവന്മാരെ കുറിച്ച് വച്ച് കാച്ചുന്ന കഥകൾ കേട്ടപ്പോഴാണ്. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഹിറ്റാക്കിയ ട്യൂണുകൾ ചുരണ്ടി റഹ്മാനെ പോലെ കോട്ടും സൂട്ടും ഇട്ട് പാടാൻ വരുന്നവളെയൊക്കെ പൊണ്ടാട്ടിയാക്കുകയും മടുക്കുമ്പോൾ മറ്റൊരു ഇര വന്ന് വീഴുമ്പോൾ 75 ലക്ഷം രൂപയും വീടും കാറും ഒക്കെ കൊടുക്കുകയും കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ കൊടുക്കും. കയ്യിലുള്ളതിനെ കളഞ്ഞ് അടുത്തതിനെ പിടിക്കും. അതിനും ചുരണ്ടി ഉണ്ടാക്കുന്ന കോടികൾ കൊടുത്ത് കെട്ടും പറ്റും തീർത്ത് അടുത്തതിനെ പിടിക്കും. ഇങ്ങനെ ഏതാണ്ട് ഗെയ്ഡ്സ് രോഗിയെപ്പോലെ ആയവൻ പറഞ്ഞത്രേ, കോടീശ്വരനാണ് ഞാൻ, വരുന്നോ കിടക്ക പങ്കിടാൻ എന്നൊരു അവതാരകയോട് ചോദിച്ചെന്നു. എനിക്ക് താല്പര്യമുള്ളവരോടൊപ്പമേ ഞാൻ പങ്കിടൂ. താങ്കളെ എനിക്ക് ആ ലെവലിൽ കാണാനാകുന്നില്ല, അതിനാൽ വരുന്നില്ല എന്ന് മുഖത്ത് നോക്കി ഈ അവതാരക പറഞ്ഞത്രേ. അപ്പോൾ അയാൾ പറഞ്ഞത്രേ, ഞാൻ എല്ലാ വാതിലിലും മുട്ടും, മുട്ടുമ്പോൾ തുറന്നാൽ ഞാനങ്ങ് കയറും, അല്ലെങ്കിൽ അടുത്ത വാതിൽ നോക്കി പോകും അത്രേ. ഒന്ന് മുട്ടടാ, എനിക്കൊരു 50 ലക്ഷം അത്യാവശ്യം എന്ന് ചിന്തിക്കുന്നവരുള്ള നാട്ടിലാണ് ഈ തരത്തിലുള്ള തുറന്നു പറച്ചിലുകളിൽ ചില സത്യവതികൾ നടത്തുന്നത്. പിന്നെ ഷർട്ടിടാത്ത പടം അയച്ചിട്ട് നീയും അതുപോലെ ഒരു പടം അയക്കുകയെന്ന് ഒരു നടൻ പറഞ്ഞത്രേ. നടൻ സംവിധായകനാണോ നിർമ്മാതാവാണോ ഇതെല്ലാം ചേർന്നതാണോ എന്ന് പവതി പറയുന്നില്ല. ഇവിടെ മോളുടെ പ്രായം പോലുമില്ലാത്ത ഒരു പെൺകുട്ടി ആരാധന തോന്നി ഒരു അലവലാതിയെ വിളിച്ചു, പരിചയപ്പെട്ടു. ഈ അലവലാതി പിറ്റേന്ന് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, പിറന്ന പടി ഇരുന്നിട്ട് ഒരു പടമെടുത്ത് മോളുടെ മോളെ പ്രായം ആകാനുള്ള ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒന്ന് നീയും എനിക്ക് അയച്ചു താ മോളെ എന്ന് മെസ്സേജ് ഇട്ടു. ഒരു എംബോക്കിയെ, അങ്ങനെ മെസ്സേജ് ഇട്ട ഒരു എംബോക്കിയെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു പരാതിയായി ആ പെൺകുട്ടി പഠിച്ച കോളേജിലെ ഒരു അധ്യാപിക പടസഹിതം എനിക്ക് അയച്ചു തന്നു. സാറേ, നിങ്ങൾ സിനിമാക്കാർ ഇത്ര അലവലാദികളാണ്. അതാ കണ്ടോ, മലയാളത്തിലെ നടനായ, സംവിധായകനായ, നിർമ്മാതാവായ ഒരു എംബോക്കി ആരാധന കലർന്ന ഒരു പെൺകുട്ടി വിളിച്ചപ്പോൾ അയാളുടെ മകളുടെ മകളെ പ്രായം ആകാനുള്ള അത്രയും പ്രായമുള്ളൊരു കുട്ടിയെ പൂർണ്ണ നഗ്നനായിരുന്നൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ നിൻ്റെ അതൊന്നും ഇങ്ങോട്ട് അയച്ചതാന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ ഈ എംബോക്കിയെ ഞാൻ വിളിച്ചു. നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞല്ലോ, അതൊക്കെ ശാന്തി ചുമ്മാ പറയണല്ലേ. ഞാനല്ല, എൻ്റെ തെളിവുണ്ട്, ഫോട്ടോ എൻ്റെ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബൊക്കെ നടത്തി ഞെളിഞ്ഞ് നടക്കുകയാണല്ലോ. എനിക്ക് എപ്പോഴെങ്കിലും കലിപ്പ് തോന്നിയാൽ ഞാൻ ഈ ഫോട്ടോ എടുത്തങ്ങ് ഇടും എന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയ ആളെ. അതിനുശേഷം ഞങ്ങൾ നല്ല ബന്ധമല്ല. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിടിക്കും ആളിനെ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ അയാളുടെ ഇത് ചോദിച്ചു. ഇത് ചെറുത്, ഇതിലും വലുതുണ്ട് പറയാൻ. ഇവിടെ ഈ കഥയോട് ചേർന്ന് തന്നെ റിലേറ്റഡായ ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എറണാകുളത്ത് ഞാൻ മുകേഷ് നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്യുകയാണ്. ഒരുപാട് അഭിനേതാക്കളുള്ള സിനിമയാണ്, കോമഡിയാണ്. അവിടെ നാടകത്തിൽ നിന്നും വന്ന് സിനിമയിൽ ഭാഗ്യം തേടി പെട്ടെന്ന് പ്രശസ്തനും തിരക്കുള്ള ഒരു സ്വഭാവ നടനുണ്ട്. വില്ലനാറ്റൊക്കെ കസറിയ ആളാണ്. എൻ്റെ നല്ല അടുപ്പക്കാരനാണ്. സിനിമാ നടനാകുന്നതിന് മുമ്പേ നാടകക്കാരനായിരുന്ന കാലത്തെ എൻ്റെ സുഹൃത്താണ്. സുഹൃത്തെന്ന് പറയാക്കില്ല, ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. പ്രായമുണ്ട്. ആര് ചോദിച്ചാലും അവരോടൊപ്പം കിടപ്പറ പങ്കിടാൻ ഒരു മടിയുമില്ലാത്ത, ആരറിഞ്ഞാലും അതെൻ്റെ സ്വകാര്യ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സ്വഭാവ നടിയും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു സന്ധ്യയോടടുത്ത സമയത്ത് ഈ ചേച്ചി നടിയുടെ ചുറ്റും ഞാനടക്കം ഇരിക്കുകയാണ്. അകത്ത് ലൈറ്റപ്പ് നടക്കുകയാണ്. അപ്പോൾ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ചേച്ചി ഇരുന്ന് കുറേ വാചകങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. ചേച്ചി പറയുന്ന സിനിമാ ഗോസിപ്പുകളും ഇക്കിളി കഥകളും കേട്ടിരിക്കുമ്പോൾ അന്നത്തെ വർക്ക് കഴിഞ്ഞ ഈ സ്വഭാവ നടൻ എണ്ണ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഒരു വഷളം ചിരിയോടെ നടന്നു വന്നു. ചേച്ചി അത് മൈൻഡ് ചെയ്യാതെ കഥ തുടരുകയാണ്.
ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം പരസ്യമായിട്ടെന്ന് സ്വഭാവം നടന്ന് തോന്നിക്കാണും. വരുന്നോടി, ഇന്ന് നമുക്ക് കൂടാം, നല്ല സ്വയംഭൻ ഒരു കുപ്പി റൂമിൽ ബാക്കിയുണ്ട്, അതും കഴിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് നേരം വെളുക്കും വരെ കഥയും പറഞ്ഞ് നമുക്കങ്ങ് കൂടാം. എന്നിട്ട് കൂട്ടത്തിൽ വഷളനായ ഒരു ചിരിയും ചിരിച്ചു. അതിൻ്റെ അർത്ഥം ഞാൻ പറയണ്ടല്ലോ. ചിരി പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ നടിയുടെ മറുപടി വന്നു, അതിന് നിൻ്റെ അമ്മയെ വിളിച്ചോണ്ട് പോടാ നാറി. ഒരു മടിയുമില്ല, പരസ്യമായിട്ടാണ് പറഞ്ഞത്. അതിന് നിൻ്റെ അമ്മയെ വിളിച്ചോണ്ട് പോടാ നാറി എന്ന് പറഞ്ഞു. നീ വലിയ ശീലാവതി ചമയണ്ടടി, നിന്നെ ആർക്ക് അറിഞ്ഞുകൂടാത്തത് എന്നായി നടൻ്റെ മറുപടി. എടാ, എനിക്കിഷ്ടമുള്ളവരുടെ ഒപ്പം ഒക്കെ കിടക്കും. ഇവിടെ എച്ചിൽ പാത്രം കഴുകുന്ന പയ്യനോട് എനിക്കിഷ്ടം തോന്നിയാൽ, അവനിഷ്ടമാണെങ്കിൽ ഞാൻ അവൻ്റെ ഒപ്പും കിടക്കും. പക്ഷേ മനസ്സിൽ കുഷ്ഠം പിടിച്ച നിൻ്റെ കൂടെ ഞാൻ വളർത്തുന്ന എൻ്റെ പട്ടി പോലും വരില്ലടാ എന്നായി നടി. അവിടെ ഇരിക്കുന്നവരുടെ മുന്നിൽ നടൻ അപഹാസ്യനായി നന്നായി ചമ്മി. പ്രത്യേകിച്ച് ഞാൻ കേൾക്കുന്നതുകൊണ്ട് ഒന്നും പറയാതെ ഈ സ്വഭാവ നടൻ കാർ കയറിയങ്ങ് പോയി. ഈ സ്വഭാവ നടൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. നടി ഇപ്പോഴും എറണാകുളത്ത് ജീവിക്കുന്നുണ്ട്. എനിക്കന്ന് ആ നടിയോട് വലിയ ബഹുമാനം തോന്നി. പൊതു ഇടത്തിൽ താൻ വലിയവനും ഏതു പെണ്ണും ഞാൻ വിളിച്ചാൽ വരുമെന്നതും പൊളിച്ചു കൊടുത്തു ആ ചേച്ചി എന്ന് ഞാൻ പറയും. സ്ത്രീ എന്ന ബഹുമാനമുള്ള, എനിക്ക് ഇഷ്ടം തോന്നുന്നവർക്ക് ഞാൻ എൻ്റെ ശരീരം പങ്കുവയ്ക്കും എന്ന് തുറന്നു ആ ചേച്ചിയുടെ പറച്ചിൽ ആത്മാഭിമാനമുള്ള വ്യക്തിത്വമായി ഞാൻ കരുതി അവരുടെ ആ നിലപാടിനെ. അങ്ങനെ ആകണം. പെണ്ണായാൽ അവരാണ് പെണ്ണ് എന്ന് ഞാൻ പറയും. അല്ലാതെ മറ്റവൻ വിളിച്ചു മറിച്ചവൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയുന്നത് തുണി കൊടുക്കാൻ നേരമില്ല, പക്ഷെ അടിക്കുന്ന വാചകം കേട്ടത് തോന്നും സത്യവതിയാണെന്ന്. എന്തായാലും ഈ ആഴ്ചത്തെ വാരഫലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാടായും തോടും. നന്ദി, നമസ്കാരം.